ഹലോ! നമുക്കിന്ന് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇത് അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4, 5 എണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അധികം എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എത്രത്തോളമാണ് ഇതിൽ എത്ര പേർക്ക് വേണം അതിനനുസരിച്ച് വേണം നമ്മളെന്ത് ചേർക്കാൻ, എരിവ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 3, 4 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഇത് മൂപ്പിച്ച് കരിച്ച് കളയണ്ട. വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോരി മാറ്റി വേറെ വെക്കണം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് മൂത്താൽ മതി, അധികം കരിഞ്ഞു പോകണ്ട കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്ഷമയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് വഴറ്റിയെടുക്കാനും മൂപ്പിച്ചെടുക്കാനും ഒക്കെ ചിലർക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ മടി കാണിച്ചാൽ നമുക്ക് ടേസ്റ്റോടെ ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണം, ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് ഒരുവിധം ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അധികം നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണ്ട. നമുക്കിതിൻ്റെ എന്താ പറയുക, ഉള്ളിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അല്ലാതെ ഉള്ളിക്കറിക്ക് വഴറ്റുന്നത് പോലെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണമെന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണല്ലോ, നമ്മളിത് അരച്ചെടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 2 ചെറുതും അല്ല മീഡിയം അല്ല, ആ ഒരു സൈസിനുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നമുക്ക് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. ഇനി തക്കാളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. അധികം വഴറ്റണ്ട, തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നാൽ മാത്രം മതി. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അധികം ചേർക്കണ്ട, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി, ഇത് പിന്നെ വഴറ്റണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ചൂടൊന്ന് കയറിയാൽ മാത്രം മതി. ആ രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കുമ്പോൾ അധികം പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. ഒരു ചെറിയ തരിതരിപ്പ് വേണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഒരുപാട് പേസ്റ്റായിട്ട് അരയ്ക്കുമ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയൊരു തരിതരിപ്പോടു കൂടി അരച്ചെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശയ്ക്കോ ഇഡലിക്കോ എന്തിൻ്റെ കൂടെ കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ.